ഹലോ നമസ്കാരം. നമ്മളിന്ന് റിച്ച്മണ്ട് പാർക്കിലാണുള്ളത്. അപ്പം നമ്മുടെ നോഡിച്ചേട്ടനുണ്ട് ട്യൂട്ടേഴ്സ് വാലി. നമ്മൾ ഒരുപാട് വട്ടം ട്യൂട്ടേഴ്സ് വാലിയെ കുറിച്ച് പല അഡ്വർടൈസ്മെന്റും ട്യൂഷനെ കുറിച്ചും അല്ലെങ്കിൽ നമ്മളെല്ലാവരും ഇവിടെ പേരൻസ് ഉള്ള കുട്ടികളുള്ളവരാണ്. നമ്മുടെ കുട്ടികളെല്ലാം ഗ്രാമർ സ്കൂളിലൊക്കെ പഠിക്കാനായിട്ട് ഇങ്ങനെ തുടങ്ങുന്നവരാണ്. അപ്പം നമ്മൾ നോഡിച്ചേട്ടനുള്ളപ്പോൾ നോഡിച്ചേട്ടനോട് തന്നെ ചോദിക്കാമെന്ന് വിചാരിച്ചാൽ എന്താണ് ട്യൂട്ടേഴ്സ് വാലി കൊണ്ട് ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ ഇവിടുത്തെ ടീച്ചിങ് മെത്തേഡ് ട്യൂട്ടേഴ്സ് വാലിയെ ബേസ് ചെയ്ത് എന്താണ് എന്ന് നോഡിച്ചേട്ടനോട് തന്നെ നമ്മൾ നേരിട്ട് ചോദിക്കാനായിട്ട് വന്നത്. നമ്മൾ കുറേ പേരൻസ് ഇവിടെ ഉണ്ട്. അപ്പം നോഡിച്ചേട്ടാ, എന്താണ് ട്യൂട്ടേഴ്സ് വാലി കൊണ്ട് UK ഉദ്ദേശിക്കുന്നത് നോഡിച്ചേട്ടൻ? ജോമോൻ, താങ്ക് യു. ട്യൂട്ടേഴ്സ് വാലി ഒരു ടെക് പ്ലാറ്റ്ഫോമാണ്. അപ്പം നമ്മൾ ഞാനിത് ട്യൂട്ടേഴ്സ് വാലിയുടെ ഒരു ബാക്ക്ഗ്രൗണ്ട് പറയാം. ട്യൂട്ടേഴ്സ് വാലി ഞാൻ തുടങ്ങിയത് തന്നെ എൻ്റെ ഒരു കുട്ടികളുടെ പ്രോബ്ലം സോൾവിങ്ങിന് വേണ്ടി തുടങ്ങിയതാണ്. അപ്പം അന്ന് ഞാൻ ട്യൂട്ടേഴ്സ് വാലി തുടങ്ങിയപ്പോൾ അന്ന് നമുക്ക് ഇൻ്റർനെറ്റ് ഇറ്റ്സ് നോട്ട് ദാറ്റ് മച്ച് മച്ചുവർ. അന്ന് സ്കൈപ്പിലൊക്കെയാണ് ആളുകൾ നമ്മൾ കണക്ട് ചെയ്യാൻ നോക്കണമെന്ന്. അന്ന് സൂമൊന്നും ആയിട്ടില്ല. അപ്പം ഞാൻ ഇവിടെ വന്നിരുന്നപ്പോൾ UK വന്നപ്പോൾ എനിക്ക് 3 കുട്ടികളാണ്. അപ്പോൾ ഇവർക്ക് നമ്മൾ ട്യൂഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ടീച്ചർമാർ വീട്ടിൽ വരും. അപ്പോൾ വീട്ടിൽ വരുമ്പോൾ എൻ്റെ വൈഫിന് ഭയങ്കര ടെൻഷൻ, കാരണം വീട് ക്ലീൻ ചെയ്യണം, ഇവർക്ക് വേണ്ടി ചെയ്യണം. പിന്നെ വി ഡോണ്ട് ഹാവ് എനി ട്രാക്ക് വാട്ട് ദേ ഹാവ് ബീൻ ടീച്ചിങ് ടു മൈ കിഡ്സ്. പിന്നെ സംടൈംസ് ഞങ്ങൾ ഇവരെയും കൊണ്ട് കണ്ട് ഇവിടെ കിങ്സ്റ്റൺ അങ്ങനെ പല സ്ഥലങ്ങളിൽ പോകണം. അപ്പോഴാണ് എൻ്റെ ബാക്ക്ഗ്രൗണ്ട് IT ആണ്. അപ്പോൾ അങ്ങനെയാണ് ഞാൻ വിചാരിച്ചത്, വൈ ഡോണ്ട് വി ക്രിയേറ്റ് എ പ്ലാറ്റ്ഫോം. അങ്ങനെ ഞാൻ അന്ന് ഇൻ്റർനെറ്റ് ഇത്ര മച്യൂർഡ് ആയിട്ടില്ല. നമുക്ക് ടെക്നോളജിയിൽ അന്ന് ഫ്ലാഷ് എന്ന് പറയുന്ന ടെക്നോളജി വെച്ചിട്ടാണ് ഞാനൊരു വൈറ്റ് ബോർഡും ഇങ്ങനെ ഇതിൻ്റെ ഒരു വീഡിയോ കോൺഫറൻസിങ് ഒക്കെ പാടെ കൂടിയിട്ട് ഞാൻ ഡെവലപ്പ് ചെയ്തു. അന്ന് ദാറ്റ് വാസ് മൈ ഫസ്റ്റ്. ഇവിടെ UK മൈ ട്യൂട്ടർ ഡോക്ടർ എന്ന് പറഞ്ഞൊരു പ്ലാറ്റ്ഫോം ആയിരുന്നു. അവരും ഹൈബ്രിഡ് ആയിരുന്നു. ഡോണ്ട് ഹാവ് ഓൺലൈനിൽ അവർ സ്കൈപ്പിലായിരുന്നു ചെയ്തത്. അപ്പം എൻ്റെ പ്ലാറ്റ്ഫോം ആയിരുന്നു അന്ന്. ദാറ്റ് വാസ് ദ ഫസ്റ്റ് പ്ലാറ്റ്ഫോം 100% വെർ ഓൺ ഓൺലൈൻ. ഇതിൻ്റെ ആർട്ടിക്കിളൊക്കെ ഡെയിലി മെയിൽ, ദ ഗാർഡിയനിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അന്നത്തെ ഫസ്റ്റ് ടൈം ഒരു 100% ഓൺലൈനിൽ വന്നത് ഞാനാണ്. ഇത് ഞാൻ തുടങ്ങിയത് എൻ്റെ ഒരു പ്രോബ്ലം സോൾവിങ് ആണ്. പിന്നെ ഇപ്പോൾ ഇത് 10 വർഷമായി ഒത്തിരി അഡ്വാൻസ് ആയിട്ട് ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. 2 AI എൻജിൻ നമ്മൾ ഇതിൽ ചെയ്തിട്ടുണ്ട് കുട്ടികൾക്ക് അസസ്മെൻറ്റ് ചെയ്യാനായിട്ട്. പിന്നെ ഇതൊരു ജസ്റ്റ് ഒരു ട്യൂട്ടറിങ് പ്ലാറ്റ്ഫോം, ഒരു ട്യൂട്ടറിങ്ങിൻ്റെ ഇത് മാത്രമല്ല, ഇറ്റ്സ് മോർ ദാൻ ദാറ്റ്. ഞങ്ങളുടെ എല്ലാ ഇയർ ഗ്രൂപ്പിനും ഞങ്ങൾക്ക് ഒത്തിരി ക്യൂരേറ്റഡ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. പിന്നെ ഓരോ ക്ലാസ് കഴിയുമ്പോഴും നമ്മളൊരു സെഷൻ റിപ്പോർട്ട് ഉണ്ട്, വാട്ട് ദേ ഹാവ് ബീൻ ടോട്ട് ദാറ്റ് ഡേ. എന്നിട്ട് അത് പാരൻസിന് നമ്മൾ അയച്ചു കൊടുക്കും വിത്ത് വീഡിയോ റെക്കോർഡിങ്. അപ്പോൾ അവർക്ക് ഇപ്പോൾ ട്രാവൽ ചെയ്യുന്ന സമയത്തായാലും അവർക്ക് എന്താണെന്ന് പഠിപ്പിച്ചതെന്ന് കാണാൻ പറ്റും. പിന്നെ ഇതിൻ്റെ ഒരേ ടൈമിലുള്ള പ്രോഗ്രസ് റിപ്പോർട്ട് പാരൻസിന് ഡാഷ്ബോർഡിൽ അറിയാൻ പറ്റും. എത്രയാണ് ഇപ്പോൾ മാത്സ് പഠിച്ചിട്ടുണ്ട്, അതിന് എത്ര പ്രോഗ്രസ് ചെയ്യുന്നുണ്ട്, ഓരോ ടൈമിലും പ്രോഗ്രസ് റിപ്പോർട്ടുണ്ട്. പിന്നെ ഞങ്ങളുടെ ടീച്ചേഴ്സ് ആർ അവൈലബിൾ ഓൾ ദ ടൈം. അവർക്ക് ചാറ്റ് ചെയ്യാൻ പറ്റും, അവർക്ക് വാട്സപ്പ് ചെയ്യാൻ പറ്റും. പിന്നെ AI വെച്ചിട്ട് ഞങ്ങൾ കുറേ കാര്യങ്ങൾ കുട്ടികളുടെ ഡെവലപ്മെൻറ്റിന് വേണ്ടി ഇതിൽ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതെ ഇപ്പം ഞങ്ങൾ ഒരു ന്യൂറോ ഡിവേഴ്സിറ്റിയുടെ ഒരു ഇതും കൂടിയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൽ ADHD, ഡിസ്ലെക്സിയ അതിലുള്ള കുട്ടികൾക്ക് അതിനുള്ള സെൻ എഡ്യൂക്കേറ്റഡ് ടീച്ചേഴ്സ് വന്നിട്ട് അവരെ ഹെൽപ്പ് ചെയ്യാനും കൂടി ഞങ്ങൾ അതിൻ്റെ ഒരു ഫൈനൽ പ്രിപ്പറേഷൻ. ഇന്ത്യൻ ടീച്ചേഴ്സ് ഇല്ല, കാരണം അതിൽ എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ സ്കൂളിംഗ് സിസ്റ്റം ഞങ്ങളത് ചെയ്യാണ്ടിരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്കൂളിംഗ് സിസ്റ്റം ഇവിടുത്തെ UK കംപ്ലീറ്റ്ലി ഡിഫറെൻ്റാണ്. അതായത് ദ വേ ദേ ടീച്ച്, റീസണിങ് ചെയ്യുന്നതും ഇപ്പോൾ മൾട്ടിപ്ലിക്കേഷൻ ആയാലും ഈ സബ്സ്ട്രാക്ഷൻ ആയാലും ഇത് ഇവിടെ പഠിപ്പിക്കുന്നത് ചിലപ്പോൾ നമ്മൾ ഇവരേലും ഫാസ്റ്റായിട്ട് ഇംഗ്ലീഷ് ആയാലും കൂടുതലായിട്ട് നമുക്ക് ആൻസർ പറയാൻ പറ്റും. പക്ഷേ ലോങ് റണ്ണിൽ അവർ ഞാൻ ഉദാഹരണം പറയാം, ഇവിടെ ഒരു 5+5 സിമ്പിൾ പറയാൻ അവർ പഠിപ്പിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് 10 നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ ബൈ ഹാർട്ടാണ് പഠിച്ചിരുന്നത്. പക്ഷേ ഇവിടെ 5+5 എന്ന് അവർ പഠിപ്പിക്കുന്നത് വേണമെങ്കിൽ 2 to 3 days എടുത്തിട്ടാണ് അവർ പഠിപ്പിക്കുന്നത്. അതെങ്ങനെയാണ് 5 has been added into 5. അപ്പോൾ നമ്മൾ നാട്ടിൽ നിന്ന് ഒരാൾ പഠിപ്പിച്ചു കഴിഞ്ഞാൽ ഐ എം നോട്ട് സെയിങ് ഇറ്റ്സ് റോങ് ഓർ റൈറ്റ്, പക്ഷേ ലോങ് റണ്ണിൽ കിഡ്സ് വിൽ ഗെറ്റ് കൺഫ്യൂസ്. അവർ വേറെ രീതിയിലേക്ക് പോകുമ്പോൾ അത് കൺഫ്യൂസ്ഡ് ആവും. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് 2000+ ടീച്ചേഴ്സ് ഇവിടെ UK ഞങ്ങൾക്ക് സ്ട്രോങ് ഓൺ ബോർഡിങ് ടീമുണ്ട്. ഇതിൽ പ്രൊഫസേഴ്സും അവരൊക്കെ ഇരുന്നിട്ടാണ് ടീച്ചർമാരെ ഓൺ ബോർഡിങ് ചെയ്യുന്നത്. സോ വി ഹാവ് എ വെരി സ്ട്രിഞ്ചൻറ്റ് മെത്തേഡ്സ് വി ആർ ഫോളോയിങ് ടു ഓൺ ബോർഡിങ് ദ ട്യൂട്ടേഴ്സ്. എല്ലാവരും DBS സർട്ടിഫൈഡ് ട്യൂട്ടേഴ്സ് ആണ്. ശരിയാണ് നോട്ട്സേട്ടൻ പറഞ്ഞത്. കാരണം നമ്മളൊക്കെ സ്ട്രഗിൾ ചെയ്യുന്ന കുട്ടികളുടെ നമ്മൾ നാട്ടിൽ പഠിച്ച രീതിയിൽ പലപ്പോഴും ഞങ്ങൾക്ക് 3 പിള്ളേരുള്ള ഞാൻ രാവിലെ മുതൽ ഇങ്ങനെ പലതും ആലോചിക്കും, അങ്ങനെ ചെയ്താൽ ശരിയാകും. പിന്നെ ലാസ്റ്റ് ഗിവ് അപ്പ് ചെയ്യാറുണ്ട്. അപ്പോൾ അത് ഓഫ് കോഴ്സ് നല്ലൊരു കാര്യമാണ്. അപ്പോൾ നമുക്ക് എന്തായാലും ആലോചിക്കാവുന്ന. പിന്നെ പിള്ളേർക്കാണെങ്കിലും 1-to-1 സെക്ഷൻസ് ഉണ്ടല്ലേ? എല്ലാം 1-to-1 സെഷനാണ്. എല്ലാ ക്ലാസ് റെക്കോർഡഡ് ആണ്. ഇങ്ങനെ സെഷൻസ് ഫ്രീ ആയിട്ട് വല്ലതും ഉണ്ടോ?
ട്രയൽ ചെയ്യാനാണ്? എല്ലാ ഇതിലും നമുക്ക് ഹാഫ് ആൻ അവർ എക്സ്പീരിയൻസ് ചെയ്യാനുള്ള ഇതുണ്ട്. നമുക്ക് മോസ്റ്റ് ഓഫ് ദ എഡ്യൂക്കേഷനുണ്ട്, മ്യൂസിക്കിനുണ്ട്. നമുക്ക് 1 hour, ഹാഫ് ആൻ അവർ യു ഹാവ് എൻ എക്സ്പെരിമെന്റ് സെഷൻ. ഞങ്ങളുടെ പ്ലാറ്റ്ഫോം നോക്കാനും ഇതിലത്തെ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാനൊക്കെ ആയിട്ടുള്ള വിൽ ഗിവ് ഫ്രീ ട്രയൽ സെഷൻ. പിന്നെ ഗ്രാമർ സ്കൂൾ അങ്ങനെ അതിന്റെ വല്ല പ്രിപ്പറേഷൻ? ഗ്രാമർ സ്കൂളിന്റെ പ്രിപ്പറേഷൻ ഉണ്ട്. നമ്മൾ ഗ്രാമർ സ്കൂൾ പ്രിപ്പറേഷൻ കൊടുക്കുന്നുണ്ട്. 11+ നമുക്ക് വളരെ സ്ട്രോങ് ആണ്. പക്ഷെ ഞാൻ ഒരു ഗ്രാമർ സ്കൂളിന്റെ കാര്യം പറയാം, നമ്മൾ കുട്ടികളെ നമ്മൾ ബൈഹാർട്ട് ചെയ്ത് ഗ്രാമർ സ്കൂളിലേക്ക് വേണ്ടിയിട്ട് നമ്മളങ്ങനെ ഭയങ്കരമായിട്ട് അവരെ ഫോഴ്സ് ചെയ്തു. ഇപ്പോൾ ഗ്രാമർ സ്കൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ the way why the British system ഗ്രാമർ സ്കൂൾ എന്തിനാ അത് സെറ്റപ്പ് ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ നമ്മൾ ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എല്ലാ കുട്ടികളും ഒരേ ഇതിൽ അവർ ഗ്രാസ്പ് ചെയ്ത ഒരു മുന്നേറില്ല വന്നത്. ഇപ്പോൾ ചില കുട്ടികൾക്ക് they are well advanced. ആ കുട്ടികൾക്ക് ചിലപ്പോൾ അവർ സംടൈംസ് അവർ ഇപ്പോൾ ഇയർ 7 ആണെങ്കിൽ അവർ GCSEയുടെ ഇതിലായിരിക്കും അവർ വർക്ക് ചെയ്യാൻ വന്നത്. അപ്പോൾ ആ കുട്ടികൾക്ക് സാധാരണ ഒരു ക്ലാസ് എടുക്കുമ്പോൾ അവർക്ക് ബോറിംഗ് ആയിരിക്കും. കാരണം they can't cope with other people because they are well advanced. ആ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഒരു എൻട്രൻസ് എക്സാം വെച്ച് ഇവിടെ പണ്ട് സെറ്റ് ചെയ്താണ് സിസ്റ്റമാണ് UK സിസ്റ്റം ചെയ്താണ് ഗ്രാമർ സ്കൂളിൽ. നമ്മളെന്താ ചെയ്യുന്നത്, നമ്മുടെ കുട്ടികളെ ബൈ ഹാർട്ട് പഠിപ്പിച്ച് അതിലേക്ക് എങ്ങനെയെങ്കിലും കയറ്റി വിടും. പക്ഷേ they will have അവിടെ പിന്നെ കയറി കഴിയുമ്പോൾ they can't cope with other people. അപ്പോൾ അവർക്ക് പിയർ പ്രഷർ വരും. അങ്ങനെ കുറേ അനുഭവം ഞാൻ എൻ്റെ ഇതിന്ന് പറഞ്ഞു. ഞങ്ങൾ we have lot of cases and they pull out ഗ്രാമർ സ്കൂളിൽ നിന്ന്, എന്നിട്ട് അവർ തിരിച്ചു വരുന്നുണ്ട്. അപ്പോൾ അതിനു പകരം നമ്മൾ ഗ്രാമർ സ്കൂൾ കിട്ടാണ്ടിരുന്നിട്ട് it's not the end of the world. എല്ലാ കുട്ടികൾക്കും അവരുടേതായ ഇതുകളുണ്ട്. അപ്പോൾ പക്ഷേ ട്രെയിനിങ് കൊടുക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. വി ആർ ഗിവിങ് ട്രെയിനിങ് ടു ഗ്രാമർ സ്കൂൾ. ഞങ്ങൾക്ക് ഈ ഗ്രൂപ്പ് ക്ലാസ്സസ് ഗ്രാമർ സ്കൂൾ എല്ലാ ആഴ്ചയിലും ഉണ്ട്. ഞങ്ങളുടെ ട്യൂട്ടേഴ്സ് വാലി അറൗണ്ട് 50+ സ്റ്റുഡൻസ് ആർ വി ആർ ഗിവിങ് ട്രെയിനിങ് ഫോർ ഗ്രാമർ സ്കൂൾ ലൈക്ക് ഹാംപ്ടൺ ക്രോസ് ഗ്രാമർ സ്കൂൾ, പിന്നെ റെഡിങ് ബോയ്സ്, ഇതിലൊക്കെ നമ്മൾ ട്രെയിനിങ് കൊടുക്കുന്നുണ്ട് ഗ്രാമർ സ്കൂൾ. നമുക്ക് ഓപ്റ്റ് ചെയ്യാൻ പറ്റുമോ? ഇപ്പം 1-to-1 സെഷൻസ് വേണോ അല്ലെങ്കിൽ ഗ്രൂപ്പ് സെഷൻസ് വേണോ? You can choose 1-to-1. Most of the students ഞങ്ങളുടെ ഉള്ളത് 90% 1-to-1 തന്നെയാണ്. 1-to-1 ആണ്. ഗ്രൂപ്പ് സെഷൻ ഉണ്ട്. നോടിച്ചേട്ടൻ ഒരു 3-4 വർഷമായിട്ട് അറിയാമെങ്കിലും ട്യൂട്ടേഴ്സ് വാലി ഇത്ര വലിയൊരു സംഭവമാണ് സത്യം പറഞ്ഞാൽ എനിക്കും അറിയത്തില്ലായിരുന്നു. ഉള്ള കാര്യം പറയാമല്ലോ. കാരണം നമ്മൾ കാണുന്നുണ്ട് ട്യൂട്ടേഴ്സ് വാലി മ്യൂസിക്കിന് കാണാറുണ്ട്, പിന്നെ ഇപ്പോൾ തന്നെ ഇവിടെ പ്രൈമറി മുതൽ 11+ സെക്കൻഡറി GCSE ഒക്കെ കാണുന്നുണ്ട്. പക്ഷെ എന്നാലും ഇത്രയും വലിയൊരു തോട്ട് പ്രോസസ്സിൻ്റെ പുറകിൽ ഉണ്ടായിരുന്നെന്ന് നമുക്കും സത്യമായിട്ട് അറിയത്തില്ലായിരുന്നു. വിദ്യയാണെങ്കിലും സംഗീതമാണെങ്കിലും ഇനി ഒരുപാട് പേരിൽ എത്തട്ടെ എന്ന് ഞങ്ങളും ആശ്രയിക്കുന്നു.